Dear students, in this session we can discuss some of the important environmental disasters. Environmental disasters. Environmental or ecological disasters are the catastrophic events that cause severe damage to the ecological system. There are man-made and natural disasters. The natural disasters include wildfires, landslides, floods, earthquakes, droughts, tornadoes, tsunamis, and volcanic eruptions. Although the causes of these natural environmental disasters do not involve human activities, in many cases the effects are worsened by the influence of human activities. രണ്ട് തരത്തിലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങളുണ്ട്. ഒന്ന് നാച്ചുറലായിട്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളും രണ്ടാമത്തേത് എൻഹാൻസ്ഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മുഖാന്തരമുണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളും. നാച്ചുറലായിട്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളെ പലപ്പോഴും ഹ്യൂമൻ ആക്ടിവിറ്റീസ് സപ്പോർട്ടീവായി പ്രവർത്തിക്കാറുണ്ട്. അതായത് നമ്മളുടെ ഇടപെടലുകളുടെ എൻവയോൺമെൻറ്റിൻ്റെ മേലുള്ള പരിസ്ഥിതിയുടെ മേലുള്ള നമ്മളുടെ കടന്നുകയറ്റത്തിൻ്റെ പരമായിട്ട് പലപ്പോഴും നാച്ചുറലായി ഉണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ പ്രത്യാഘാതം വർദ്ധിക്കാറുണ്ട്. Man-made disasters. Man-made disasters include hazardous material spills, fires, groundwater contamination, transportation accidents, structure failures, mining accidents, explosions, hazardous chemicals leakage, nuclear explosions, leakage of radioactive pollutants, terrorism activities, etc. മനുഷ്യരുടെ അല്ലെങ്കിൽ ഹ്യൂമൻസ് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവയൊക്കെ തന്നെയും ശക്തമായിരിക്കുന്ന ഒരു പാരിസ്ഥിതിക അവബോധമുള്ള ഒരു ജനതയാണെങ്കിൽ അവർക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹസാർഡസ് കെമിക്കൽസ് ലീക്കേജ് ഏതാണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് അതിനെ തടയാൻ പറ്റുന്നതാണ്. അതുപോലെ ടെററിസം ആക്ടിവിറ്റീസ് ഇതൊക്കെ തന്നെ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് മാൻമെയ്ഡ് പാരിസ്ഥിതിക ദുരന്തങ്ങളാണ്. ഇവയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻസ് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു നല്ല ഒരു ട്രാൻസ്പോർട്ട് റൂള് വാഹനഗതാഗത രംഗത്തുള്ള അശ്രദ്ധ കൊണ്ട് തന്നെയാണ് പലപ്പോഴും വളരെ ട്രാജിക്കായിരിക്കുന്ന ആക്സിഡൻസ് ഉണ്ടാകുന്നത്. ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ഇതൊക്കെ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ദുരന്തങ്ങളാണ്. The tragic disasters. Bhopal tragedy 1984, Chernobyl disaster 1986, Exxon Valdez oil spill 1989, Gulf War oil spill 1991, Jilin chemical plant explosions 2005, the Camp Fire 2018, the Guyu e-waste dump in China, London's Great Smog, the Minamata disease, the Libby Montana asbestos contamination. ഭോപ്പാൽ ട്രാജഡി നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കേസാണ്. ചെർണോബിൾ ഡിസാസ്റ്ററും അതുപോലെ തന്നെയാണ് വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു ന്യൂക്ലിയർ ആക്സിഡൻ്റാണ്. എക്സൺ വാൾഡസ് ഓയിൽ സ്പിൽ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ഷിപ്പ് അത് പൊട്ടി ഏതാണ്ട് 3,70,000 ടണ്ണ് ഓയിലാണ് സമുദ്രത്തിലേക്ക് പടർന്നത്. അപ്പം എക്സൺ വാൾഡസ് കോർപ്പറേഷൻ്റെ ഒരു ഷിപ്പാണ് ഇങ്ങനെ പൊട്ടിത്തകർന്നത്. അതുണ്ടാക്കിയ പ്രത്യാഘാതം വളരെ വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെയാണ് 91 ഗൾഫ് വാറിലെ ഓയിൽ കടലിലേക്ക് ഒഴുക്കി ഉണ്ടാക്കിയ പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ. അതുപോലെ ചൈനയിലെ ജിലിൻ കെമിക്കൽ പ്ലാന്റിൽ എക്സ്പ്ലോഷൻ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചുപോയ ഒരു ഇൻസിഡൻ്റാണത്. 2018 ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത് കാലിഫോർണിയയിൽ അതിൻ്റെ 10 ലക്ഷത്തോളം മോർ ദാൻ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം കത്തി ഉണ്ടായ ഒരു പരിസ്ഥിതി ദുരന്തമാണ് ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈനയിലെ ഗുയു ഇ വേസ്റ്റ് ഡംപ് എന്ന് പറയുന്നത് ഈ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് കൂട്ടി
വളരെ ടണ്ണ് കണക്കിന് എത്രയോ അധികം വ്യാപകമായ രീതിയിൽ ഈ വേസ്റ്റ് കൂട്ടിയുണ്ടാക്കിയ ഒരു പരിസ്ഥിതിക പ്രത്യാഘാതം, ഒരു പാരിസ്ഥിതിക ദുരന്തം തന്നെയാണ് ഗുയു ഈ വേസ്റ്റ് ഡംപ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വായു മലിനീകരണത്തിൻ്റെ പ്രത്യാഘാതമായിരുന്നു ലണ്ടൻസ് ഗ്രേറ്റ് സ്മോഗ് എന്നത്. പിന്നെ ഹെവി മെറ്റൽസിൻ്റെ കണ്ടാമിനേഷൻ കൊണ്ട് രോഗം പിടിച്ച ആൾക്കാർ മരിച്ച ഒരു കേസാണ് ജപ്പാനിലെ മീനാമാത ഡിസീസ്. അതുപോലെ തന്നെ ലിബി മൊണ്ടാന ആസ്പെറ്റോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് USA ഒരു ആസ്പെറ്റോസ് പൊല്യൂഷൻ കൊണ്ട്, ആസ്പെറ്റോസ് കണ്ടാമിനേഷൻ കൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ മരിച്ചുപോയ ഒരു ഇൻസിഡൻ്റാണ് ലിബി മൊണ്ടാന ആസ്പെറ്റോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ട്രാജിക് ഡിസാസ്റ്റേഴ്സ് എല്ലാം തന്നെ ഹ്യൂമൻ മെയ്ഡ് ട്രാജഡീസാണ്. ഭോപ്പാൽ ട്രാജഡി. Bhopal gas tragedy is known as the world's worst industrial disaster. About 45 tons of methyl isocyanate gas leaked out from an insecticide plant owned by Union Carbide Corporation. The gas drifted over the densely populated neighborhood around the plant, killing around 15,000 to 20,000 and affected another 6 lakh people. ഭോപ്പാൽ ട്രാജഡി 1984 ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന ഒരു ദുരന്തമാണ്. ഇത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയൽ ദുരന്തമാണ്. ഔദ്യോഗികമായിട്ട് 20,000 ആൾക്കാരാണ് മരിച്ചത് എന്ന് പറയുന്നെങ്കിലും കൃത്യമായി മരിച്ച ആൾക്കാരുടെ നമ്പർ പോലും നമുക്ക് അറിയില്ല. ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മീഥിൽ ഐസോസയനേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഏതാണ്ട് 2-2.5 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ പടർന്നിട്ട് ജനങ്ങളത് ശ്വസിച്ച് ശ്വാസം മുട്ടിയും മറ്റ് രോഗം മൂലവുമാണ് ആൾക്കാർ മരിച്ചത്. ഇത് വളരെയധികം, അതായത് ഈ വ്യവസായ മേഖല ഇൻഡസ്ട്രിയൽ ആയിരിക്കുന്ന ഏറ്റവും വലിയ, ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു ട്രാജഡിയാണ് ഭോപ്പാൽ ട്രാജഡി എന്നത്. Chernobyl disaster. The Chernobyl disaster was caused by a catastrophic nuclear power plant explosion on April 26, 1986. More than 100 people died and thousands more were the victims of this worst disaster in nuclear power generation. The accident and the fire that followed released massive amounts of radioactive materials into the environment. ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഭാഗികമായി പൊട്ടിത്തെറിച്ച് വളരെയധികം പൊല്യൂട്ടൻ്റ് ആയിരിക്കുന്ന, അതായത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷന് കാരണമാകുന്ന, റേഡിയേഷൻ പൊല്യൂഷന് കാരണമാകുന്ന വസ്തുവകൾ, മെറ്റീരിയൽസ് എൻവയോൺമെൻറ്റിൽ വ്യാപിച്ച് നൂറുകണക്കിന് ആൾക്കാർ മരിക്കുകയും ആയിരക്കണക്കിന് ആൾക്കാർക്ക് അതിൻ്റെ മറ്റു രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഈ ഒരു ഡിസാസ്റ്ററാണ്, ഒരു ട്രാജഡിയാണ് ചെർണോബിൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് പൊട്ടിത്തെറിച്ച ഏറ്റവും വലിയ ദുരന്തവുമാണ് ഉക്രൈനിലെ ചെർണോബിൾ ഡിസാസ്റ്റർ. മീനാമാത ഡിസാസ്റ്റർ. At Meenamada, more than 100 people lost their lives and many thousands were permanently paralyzed from eating mercury-contaminated fish. This disaster was due to the toxic effect of mercury. In Meenamada, a large number of villages were either killed or permanently crippled. Genetic defects were observed in some 50 babies whose mothers have consumed the contaminated fish from the bay. ജപ്പാനിലെ മീനമത ബേയിൽ അവിടെ നിന്നും പിടിച്ച മത്സ്യം ഭക്ഷിച്ച് ആണ് ഈ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ സംഭവിച്ചത്. അതായത് മീനമാത എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വില്ലേജാണ് അന്ന് ആ കാലത്ത്, അത് 1953 നടക്കുന്നത്. അപ്പോൾ അവിടെ പോളിവിനൈൽ ക്ലോറൈഡ് PVC ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും പുറത്ത് തള്ളപ്പെട്ട അതിനകത്തുള്ള വേസ്റ്റിൽ ഉണ്ടായിരുന്ന മെർക്കുറി, ആ മെർക്കുറി മീഥൈൽ മെർക്കുറിയായിട്ട് മാറുകയും അത് ഭക്ഷിച്ച മത്സ്യം, ആ മത്സ്യത്തിൽ ഈ കണ്ടാമിനേഷൻ സംഭവിച്ചു. പിന്നീട് ആ മത്സ്യത്തെ ഭക്ഷിച്ച, അതിനെ ആഹാരമായി സ്വീകരിച്ച ആ പ്രദേശത്തെ സാധാരണക്കാരനായ ജനങ്ങളിലാണ് ഈ ഹെവി മെറ്റൽ പൊല്യൂഷൻ കൊണ്ടുള്ള രോഗമുണ്ടായത്. അത് നൂറുകണക്കിന് ആൾക്കാർ മരിക്കുകയും
ധാരാളം ആൾക്കാർക്ക് അതിൻ്റെ മറ്റു രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നോട്ടബിൾ ആയിരിക്കുന്ന ഒരു ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ മൂലമുണ്ടായ ഒരു ഡിസാസ്റ്ററാണ്. ലണ്ടൻ സ്മോഗ്. ലണ്ടൻ സ്മോഗ് was a severe air pollution event that affected London on December 5, 1952. This disaster occurred due to the combination of sulfur dioxide with the smog. Smog is a combination of smoke and fog. A period of cold weather with windless conditions favored the combination of airborne pollutants, mostly arising from the use of coal as a fuel. Thus, a thick layer of smoke was formed over the city. The smog-SO2 combination lasted for 4 to 5 days. It was estimated that about 12,000 people died and thousands became ill by the smog's effect. The Great London Smog എന്ന് പറയുന്നത് ഒരു എയർ പൊല്യൂഷൻ മുഖാന്തരമുണ്ടായ ഒരു ട്രാജഡിയാണ്. അതായത് സ്മോഗ് എന്ന് പറയുന്നത് ഈ ഫോഗും സ്മോക്കും കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു കോമ്പിനേഷനാണ്. അതോടൊപ്പം സൾഫർ ഡയോക്സൈഡ് കൂടെ കൂടിക്കഴിഞ്ഞപ്പം ഒരു തിക്കായിരിക്കുന്ന ഒരു തിക്ക് ലെയർ പോലെ ലണ്ടൻ സിറ്റി അത് ഗ്രസിക്കുകയും അത് 3-4 ദിവസം ലണ്ടൻ സിറ്റിയുടെ മുകളിൽ ഇങ്ങനെ ഒരു കുട പോലെ ഒരു കരിമ്പടം, ഒരു കറുത്ത കരിമ്പടം പോലെ അത് നിൽക്കുകയും ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുകയും ചെയ്ത ഒരു വളരെ ദാരുണമായിരിക്കുന്ന ഒരു എയർ പൊല്യൂഷൻ ഇവൻ്റാണ് ദ ഗ്രേറ്റ് ലണ്ടൻ സ്മോഗ് എന്നത്. Endosulfan disaster in Kerala. Kasaragod, the northern district of Kerala, is haunted by diseases and tragedy. The diseases are suspected to be the side effects of endosulfan, a deadly toxic pesticide sprayed in the plantations of Hindustan Plantation Corporation Limited. The UNO classify endosulfan as highly dangerous insect killer, and this pesticide is banned in 118 countries. Despite the fact that the endosulfan is banned now, the deadly pesticide was regularly sprayed in government-owned cashew plantations under the Plantation Corporation of Kerala for 26 years. കാസർഗോഡ് ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന ഈ ഒരു ദുരന്തം, ഇത് എൻഡോസൾഫാൻ എന്ന ഒരു കീടനാശിനിയുടെ കണ്ടിന്യൂസ് ആയിരിക്കുന്ന, അതായത് 2.5 ദശകത്തിലധികം ഒരേ സ്ഥലത്ത് ഒരു വർഷത്തിൽ ഏതാണ്ട് 3 പ്രാവശ്യം വെച്ച് ഈ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്തു എന്നുള്ളതാണ്. ലോകത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഒരിക്കലും ഒരേ ഏരിയയിൽ ഒരേ സ്ഥലത്ത് ഇത്രയധികം കാലം, നീണ്ട കാലം ഒരു പെസ്റ്റിസൈഡ് ഉപയോഗിച്ച ചരിത്രം ഉണ്ടാകത്തില്ല. ഇന്നും ആ ജനങ്ങൾ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. No end to endosulfan tragedy. The tragedy of the people exposed to pesticide endosulfan in Kasaragod district of Kerala is still continuing. The incidences of children born with neurobehavioral disorders, congenital malformations and other abnormalities continue to occur in many panchayats of the district. Hiroshima. On August 5, 1945, during World War II, an American B-29 bomber dropped the world's first deployed atomic bomb over the Japanese city Hiroshima. The nuclear bomb used was an enriched uranium gun-type fission weapon named Little Boy. The explosion wiped out 90% of the city and immediately killed 80,000 people. Afterwards, large numbers of people continued to die from the effects of burns, radiation sickness and injuries. ഒരു ആണവ ദുരന്തം എന്ന് പറയുന്നത് അതിന് സമാനമായി മറ്റൊരു ദുരന്തവുമില്ല. ലോകത്തിലെ ആദ്യത്തെ ആണവ ദുരന്തമാണ് ഹിരോഷിമയിലുണ്ടായത്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ ദുരന്തത്തിൽ കരിഞ്ഞ് വെണ്ണീറായി തീർന്നത്. നാഗസാക്കി. On August 9, 1945, US dropped the second atom bomb named Fat Man at Nagasaki in Japan. The bomb weighed nearly 10,000 pounds and was built to produce 22 kiloton blasts. The topography of Nagasaki, which was nestled in narrow valleys between mountains, reduced the bomb's effect, limiting the destruction to 2.6 square miles. The disaster killed 40,000 people immediately and thousands were made victims of the explosion. മറ്റൊരു ആണവ ദുരന്തമാണ് നാഗസാക്കിയിൽ സംഭവിച്ചത്. ഇവിടെയും ആയിരക്കണക്കിന് ആൾക്കാരാണ് വെന്ത് വെണ്ണീറായി തീർന്നത്. അതുമാത്രമല്ല,
ഒരാണവ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതം അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ്. 1-2 വർഷങ്ങൾ കൊണ്ടോ അല്ലെ 1-2 ദശകങ്ങൾ കൊണ്ടോ ഒരു ആണവ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതം അവസാനിക്കുന്നില്ല. അത് തലമുറകളിലേക്ക് നീളുന്നു എന്നുള്ളതാണ് ആണവ ദുരന്തം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ട്രാജഡി. സോ ദാറ്റ് ഈസ് ഓൾ ഇൻ ദിസ് പർട്ടിക്കുലർ സെഷൻ. നൗ യു ഷുഡ് റിമെമ്പർ ദാറ്റ് he that plants trees loves others besides himself. നമ്മൾ മരങ്ങൾ നടാൻ തയ്യാറാകണം. പരിസ്ഥിതി സ്നേഹത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.